ഡിവൈഎഫ്ഐ ഒരു കാര്യം മനസ്സിലാക്കണം. ഭരണം ഇടതുപക്ഷത്തിനാണെന്ന് കരുതി നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ ഇടയായി. തിരുവനന്തപുരം നഗരൂരിൽ സിനിമ സ്റ്റൈലിൽ ഒരു കാറിൽ 4 അംഗ സംഘം എത്തുകയാണ്. അതുവഴി പോകുന്ന സ്ഥലം SHOയുടെ വാഹനത്തിന് കുറുകെ വണ്ടി നിർത്തി ആ പോലീസ് ഉദ്യോഗസ്ഥനെ അസഭ്യം പറയുകയാണ്. അസഭ്യം എന്നതൊക്കെ മാന്യമായ ഒരു പ്രയോഗമാണ്. തെറി എന്നും പറഞ്ഞാൽ പോരാ. മനുഷ്യരായി പിറന്നവർ ഉപയോഗിക്കാൻ പാടില്ലാത്ത അത്രക്കും വൃത്തികെട്ട വാക്കുകളും കോഷ്ടികളും ഭീഷണികളും മുഴക്കുകയാണ് ഈ ഡിവൈഎഫ്ഐ സംഘം. അവർ പറയുന്ന വാക്കുകളൊന്നും ഒരു പരിഷ്കൃത സമൂഹവുമായി പങ്കുവെക്കാൻ പാടുള്ളതോ ഒരു സംഘടനാ ബോധമുള്ള പ്രത്യേകിച്ച് യുവജനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതോ ഒക്കെയാണ്. മാത്രവുമല്ല, പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഉൾപ്പെടെ അവ കേൾക്കാൻ ശ്രമിക്കാത്തതുമാണ് സമൂഹത്തിന് ഉചിതം. അത്രക്കുണ്ടായിരുന്നു ആ അസഭ്യവർഷം. പറയുന്നത് ഒരു സർക്കാരിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന നിയമപാലകനോടാണ് എന്നോർക്കണം. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നടന്ന ഡിവൈഎഫ്ഐ മാർച്ചിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും UDFന്റെയും ഒക്കെ ഫ്ലക്സ് ബോർഡുകളും മറ്റും ഡിവൈഎഫ്ഐ പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. ഇത് യൂത്ത് കോൺഗ്രസ് പരാതി നൽകുന്നുണ്ട്. ഇതിനടിസ്ഥാനത്തിൽ ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് നഗരൂരിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികളായ ഇവരുടെ വീട്ടിലെത്തി അന്വേഷണ വിധേയമായ കാര്യങ്ങൾ ആരായുന്നതും അവർക്ക് നോട്ടീസ് നൽകുന്നതും സ്റ്റേഷനിൽ ഹാജരാവാൻ അവരോട് നിർദ്ദേശിക്കുന്നതുമൊക്കെ. തന്റെ നിയമപരമായ കർത്തവ്യം ആ ഉദ്യോഗസ്ഥൻ നടത്തിയതിന്റെ പേരിൽ നടുറോട്ടിലിട്ട് ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ കാണുന്നതിന് സമാനമായി ഒരു ഉദ്യോഗസ്ഥനെ സംഘം ചേർന്ന് പച്ചത്തെറി വിളിക്കുകയും ആക്രമിക്കാൻ കണക്കെ ആ ഉദ്യോഗസ്ഥന്റെ വാഹനത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതിനൊക്കെ മുതിരുന്നതും ഈ തെറിയുമൊക്കെ വിളിക്കാനുമൊക്കെ ആരാണ് ഡിവൈഎഫ്ഐക്ക് അധികാരം നൽകിയിട്ടുള്ളത്? എന്താണ് നിങ്ങളുടെ പ്രിവിലേജ് എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. എന്താണ് നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത്? ഭരിക്കുന്നത് തങ്ങളുടെ പാർട്ടിയും സർക്കാരും ആണെന്ന ധാർഷ്ട്യം കൊണ്ട് എന്തും ചെയ്യാമെന്നാണോ? ആണെങ്കിൽ സർക്കാർ എന്നത് ആരുടെയും തറവാട് സ്വത്തല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരുടെയും സ്ഥിരമായ ഏതെങ്കിലും പാർട്ടിക്ക് തീരെഴുതി കൊടുത്തൊരു സംവിധാനമാണ് എന്ന ധാരണയും ആദ്യം നിങ്ങൾ ഒഴിവാക്കണം. ആ പോലീസുകാരന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് സാധാരണക്കാർ പറയും. തന്നെ പച്ചക്ക് തെറി പറയുമ്പോൾ, തൻ്റെ പദവി പോലും മാനിക്കാതിരിക്കുമ്പോൾ, തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നില്ല ആ ഉദ്യോഗസ്ഥനും ചെയ്യേണ്ടിയിരുന്നത്. ജീപ്പിന്റെ ഡോറ് തുറന്ന് ഇറങ്ങി വാടാ, അടിക്കട എന്നൊക്കെ അവർ വീര്യം മുഴക്കുമ്പോൾ കയ്യിലിരിക്കുന്ന ലാത്തി ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കണം. ഇനി അതിന് പ്രയാസമുണ്ടെങ്കിൽ തനി പോലീസ് ആവാനെങ്കിലും നിങ്ങൾ ശ്രമിക്കേണ്ടിയിരുന്നു. പരമാവധി ക്ഷമിക്കണം എന്നത് നിങ്ങളുടെ ആ യൂണിഫോമിനോട് നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളാണെന്നറിയാം. പരിധിയിലപ്പുറം ക്ഷമിക്കാനൊന്നും ആർക്കായാലും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഭരണ പാർട്ടിയാണെന്ന പേടിയാണെങ്കിൽ ആ കുപ്പായം അങ്ങൂരി നൽകുന്നതും ഉചിതമാണ് എന്ന് പൊതുജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോലീസ് ആവേണ്ടിയിരുന്നു എന്ന് ചുരുക്കം. സംഭവത്തിൽ പിന്നീട് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ രതീഷ്, വിഷ്ണു എന്നിവരെയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് പിന്നീട് പിടികൂടുന്നത്. 9 CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ് സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളത്. ഏത് വിധേനയും തുടർഭരണം പ്രതീക്ഷിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി തെറിവിളിയെല്ലാം കേട്ടുനിന്ന പോലീസുകാരന് സസ്പെൻഷനും തെറിവിളിച്ച പാർട്ടി പ്രവർത്തകന് സ്വീകരണവും നൽകുന്നത് കാണേണ്ടി വരുമോ എന്തോ. ഒരു പോലീസുകാരനെ സംഘം ചേർന്ന് SFI പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലിയതിന്റെ കോലാഹലങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. അടികൊണ്ട പോലീസിനു നേരെ ഗുരുതര വകുപ്പും അടിച്ചവന്മാർക്ക് സ്റ്റേഷൻ ജാമ്യവും നൽകിയതും ഇതേ തിരുവനന്തപുരത്താണ്. പൊന്നു സാറന്മാരെ, ഇങ്ങനെ അടിമത്വം പേറേണ്ടി വന്ന കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടിരുന്നോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇട്ടത് യൂണിഫോം തന്നെയാണോ എന്ന് നോക്കുന്നതും നന്നാകും.